ഡൊണാൾഡ് ട്രംപ് വീണ്ടും യു ടേൺ എടുത്തിരിക്കുന്നു. പറയുന്ന ഒന്നിനും ഒരു നിശ്ചയവുമില്ലാത്ത രീതിയിലാണ് ട്രംപിൻ്റെ നീക്കങ്ങൾ. 48 മണിക്കൂറിനുള്ളിൽ ഹോർമൂസ് കടലിടുക്ക് ഗതാഗത യോഗ്യമാക്കിയില്ല എങ്കിൽ ഇറാൻ്റെ എല്ലാ ഊർജ നിലയങ്ങളും അമേരിക്ക ആക്രമിക്കും എന്ന കല്ലെ പിളർക്കുന്ന ശാസന നിലനിൽക്കെ ആ കാലാവധി അവസാനിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് ട്രംപ് നാടകീയമായി പ്രഖ്യാപിക്കുന്നത് തങ്ങൾ 5 ദിവസത്തേക്ക് യുദ്ധം നിർത്തിവെച്ചിരിക്കുന്നു, വെടിനിർത്തൽ വന്നിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ എന്താണ്? ഇങ്ങനെ ഒരു വീണ്ടുവിചാരം ഡൊണാൾഡ് ട്രംപിന് ഇങ്ങനെ ഒരു വീണ്ടുവിചാരം വന്നതിൻ്റെ പിന്നിലെ ചേതോ വിഹാരം എന്താണ്? ഒരു 4-5 കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചിന്തിക്കാം. ആദ്യം തന്നെ യുദ്ധം തുടങ്ങുന്ന സമയത്ത് തന്നെ വേണ്ട രീതിയിൽ ഡൊണാൾഡ് ട്രംപിന് ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന കാര്യം. ഏറ്റവും പുതിയതായി വന്ന ഒരു വിവരം, അമേരിക്കൻ ഡിഫൻസ് സെക്രട്ടറി പീറ്റർ ഹെക്സറ്റ് അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരമാണ് ട്രംപ് ഈ സാഹസത്തിന് മുതിർന്നത് എന്നാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. അദ്ദേഹം എന്നെ വല്ലാതെ നിർബന്ധിച്ചു. അദ്ദേഹം ഒരു വലിയ റോസി പിക്ചറാണ് തുറന്നു കാട്ടിയത്. ഇത് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ സാധിക്കും, ആഞ്ഞടിക്കുക. അതുകൊണ്ട് യാതൊരു രീതിയിലും ഒരു തിരിച്ചടി ഈ രൂപത്തിൽ ഉണ്ടാവില്ല എന്ന ബോധ്യത്തിലാണ് താൻ യുദ്ധത്തിന് പുറപ്പെട്ടത് എന്നതാണ് ട്രംപ് ഏറ്റവും ലേറ്റസ്റ്റായി പറയുന്നത്. പക്ഷെ അപ്രതീക്ഷിതമായി ഇറാൻ യുദ്ധം കടുപ്പിച്ചു. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള തിരിച്ചടി അമേരിക്ക പ്രതീക്ഷിച്ചില്ല എന്ന മട്ടിലുള്ള സംസാരമാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വന്നത്. അതുകൊണ്ട് 8-9 അറബി ഇസ്ലാമിക GCC രാജ്യങ്ങൾ ഉൾപ്പെടെ രാജ്യങ്ങളെ ഇറാൻ ആക്രമിക്കും എന്നത് സ്വപ്നേന അമേരിക്ക വിചാരിച്ചിട്ടില്ല. അറ്റ്ലീസ്റ്റ് പീറ്റ് ഹെക്സത്തിൻ്റെ റിപ്പോർട്ടിങ്ങിൽ അതുണ്ടായില്ല. ഇറാൻ്റെ മേൽ അതിശക്തമായ പ്രഹരം ഉണ്ടാകുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഇറാൻ ഫിസിൽ ഔട്ട് ചെയ്യും, ഇറാൻ അങ്ങനെ പെട്ടെന്ന് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യും, അങ്ങനെ ഒരു റെജിം ചേഞ്ചൊക്കെ സാധ്യമാകും എന്ന ഒരു വളരെ പോസിറ്റീവ് ഹെൽത്തി റോസി പിക്ചർ ട്രംപിന് മുന്നിൽ വരച്ച് കാട്ടിയത് അബദ്ധമായി. അതുകൊണ്ടാണ് യുദ്ധം ഇപ്പോഴത്തെ ആൾക്കാർ നിർത്തിവെക്കുന്നത് എന്ന് ട്രംപ് പറയുന്നില്ല എങ്കിൽ പോലും ആ ഒരു ഏതാണ്ട് ആത്മകഥം എന്ന രീതിയിൽ കുറച്ചുറക്കെ തന്നെ പറയുകയാണ് ട്രംപ് ഇക്കാര്യം. അതാണ് ഒരു കാര്യം. 2, ഹോർമൂസിന് മേൽ പൂർണ്ണ നിയന്ത്രണം ഇപ്പോഴെന്നല്ല ഒരു കാലത്തും നടക്കില്ല എന്ന് അമേരിക്കയ്ക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ്? ഹോർമൂസ് കടലിടുക്കിൻ്റെ ഒരു ജിയോ സ്ട്രാറ്റജിക് ഒരു ലൊക്കേഷൻ അഡ്വാൻറ്റേജ് എങ്ങനെ നോക്കിയാലും അത് ഇറാന് തന്നെയാണ്. ഇറാന് നിയന്ത്രിക്കാവുന്ന രീതിയിൽ തന്നെയാണ്. ഇറാൻ്റെ ഭരണകൂടം മാറാതെ ഇതേ ഭരണകൂടം തുടർന്നാൽ ഒരു കാലത്തും ഹോർമൂസ് ബലം പ്രയോഗിച്ച് തുറക്കാനാവില്ല. കാരണം മലനിരകളാണ്. ഹോർമൂസിന് ചുറ്റുമുള്ള ഇറാൻ്റെ മണ്ണിൽ മലനിരകളാണ്, സാഗ്രോസ് മൗണ്ടൻസിൻ്റെ വാലിയാണ്. അവിടെ നിന്നുകൊണ്ട് ഈ മിസൈലുകളും റോക്കറ്റുകളും ഡ്രോണുകളും എല്ലാം അയച്ചുകൊണ്ട് അതിലേ പോകുന്ന കപ്പൽ ഗതാഗതത്തെ ഫലപ്രദമായി തടയാനും നിയന്ത്രിക്കാനും ഇറാന് കഴിയും. ഇപ്പം ഇറാൻ്റെ സമ്മതത്തോടെ അല്ലെങ്കിൽ യുദ്ധമില്ലാത്ത അന്തരീക്ഷത്തിൽ മാത്രമേ കപ്പലുകൾക്ക് കടന്നു പോകാൻ ആവൂ. അതുമാത്രമല്ല, ഇറാൻ എടുത്തൊരു നിലപാടുണ്ടല്ലോ, എല്ലാ കപ്പലുകൾക്കും കടന്നു പോകാം, അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ഒഴിച്ച്. അപ്പോൾ ഈ യുദ്ധം അമേരിക്കയ്ക്കും ഇസ്രയേലിനും വേണ്ടി മാത്രമുള്ളതാണ്, മാനവരാശിക്ക് വേണ്ടിയുള്ളതല്ല, ഗൾഫ് രാജ്യങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, ഇന്ത്യക്കോ ചൈനയ്ക്കോ വേണ്ടിയുള്ളതല്ല, ലോകത്തെ ഇതിൽ നിന്നും ഇറാനിൽ നിന്നും ഇറാൻ്റെ കരാളഹസ്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയുള്ളതല്ല. ഇത് അമേരിക്കയ്ക്കും ഇസ്രയേലിനും വേണ്ടി മാത്രമാണ് എന്ന കൃത്യമായ നറേറ്റീവ് വരികയാണ്. ഇത് അമേരിക്കയ്ക്ക് ഏറെ ദോഷം ചെയ്യും, ഇസ്രയേലും അമേരിക്കയ്ക്കും വല്ലാതെ ദോഷം ചെയ്യും. ഇതാണ് ഒരുപക്ഷെ ഹോർമൂസിലൂടെ കപ്പലുകൾ സുഗമമായി കടന്നു പോകുന്ന അന്തരീക്ഷം ഉണ്ടായാൽ അതിനർത്ഥം എന്താ? അമേരിക്കൻ കപ്പലുകൾക്ക് പ്രവേശിക്കാനാവില്ല, ഇസ്രയേലി കപ്പലുകൾക്ക് പ്രവേശിക്കാനാവില്ല. അപ്പോൾ അമേരിക്ക ഇത്രയും ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നത് വെറുതെയായി മാറുകയാണ്. അതുകൊണ്ട് അമേരിക്കയ്ക്ക് മറ്റ് രാജ്യങ്ങളുടെ ഇടയിൽ മുഖം നഷ്ടപ്പെടുന്നു. ഇറാൻ വിരട്ടിയത് കൊണ്ട് അമേരിക്കൻ കപ്പലുകൾ അതുവഴി പോകുന്നില്ല. അപ്പോൾ ആത്യന്തികമായ വിജയം ഇറാനാണ് എന്ന രീതിയിൽ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകും. അത് അമേരിക്കയ്ക്ക് ഒരു രീതിയിലും സ്വീകാര്യമായ കാര്യമല്ല. അതുകൊണ്ട് ഹോർമൂസിന് മേൽ ഒരു നിയന്ത്രണവും ഒരിക്കലും സാധ്യമാവില്ല എന്ന പൂർണ്ണ ബോധ്യത്തിൽ പെട്ടെന്ന് യുദ്ധം പൂർണ്ണമായി നിർത്തിവെച്ചെന്ന് പറയാനാവാത്തത് കൊണ്ട് തൽക്കാലത്തേക്ക് ഞങ്ങൾ 5 ദിവസത്തേക്ക് ആക്രമണം നിർത്തുന്നു എന്ന് പറഞ്ഞ് മുഖം രക്ഷിക്കുന്നു. അതാണ് രണ്ടാമത്തെ പ്രധാന കാരണം. മൂന്നാമത്തെ കാരണം, അമേരിക്കയ്ക്കുള്ളിൽ ഒരു വലിയ ചിന്ത രൂപപ്പെട്ട് വരുന്നുണ്ട്. അത് പൂർണ്ണമായി ആർട്ടിക്കുലേറ്റഡ് ആയിട്ടില്ല എങ്കിൽ പോലും ഏർലി സൂചനകൾ കാണുന്നു. അമേരിക്കയിലും
ചെറിയ രീതിയിലുള്ള ഈ ഓയിൽ ഷോക്ക് ഇൻഡയറക്റ്റ്ലി എത്തിയിരിക്കുന്നു. അമേരിക്ക എണ്ണ ഉത്പാദക രാജ്യമാണ്, എണ്ണ വിൽക്കുന്ന രാജ്യമാണ്. എണ്ണ വിപണിയിൽ എണ്ണ വില ചൂട് പിടിക്കുമ്പോൾ അമേരിക്കയ്ക്ക് വലിയ പ്രയോജനമാണ് എന്ന് പ്രഥമ ദൃഷ്ട്യാ തോന്നാം. പക്ഷേ നോക്കൂ, അമേരിക്ക നെറ്റ് ഇമ്പോർട്ടിംഗ് രാജ്യമാണ്. ലോകം എല്ലായിടത്തുമുള്ള വിപണികളിൽ സാധനങ്ങൾക്ക്, അവശ്യ സാധനങ്ങൾക്ക്, ഉൽപ്പന്നങ്ങൾക്ക്, അമേരിക്കയിലേക്ക് ഉൾപ്പെടെ കയറ്റി അയക്കേണ്ട കാര്യങ്ങൾക്ക് വില വർദ്ധിക്കുമ്പോൾ അമേരിക്കയ്ക്ക് ഇറക്കുമതി ചെലവ് കൂടുകയാണ്. അമേരിക്കയുടെ ജനം മാറി ചിന്തിക്കുന്നത്. ഇപ്പോൾ തന്നെ അമേരിക്കൻ ജനതയുടെ മഹാഭൂരിപക്ഷവും ഈ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ ട്രംപിനെതിരാണ്. ട്രംപിനെ പിന്തുണയ്ക്കുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ഒരു മാഗ ക്യാമ്പിൻ്റെ ഒരു വിഭാഗം മാത്രമാണ്. അതുകൊണ്ട് അനുകൂലമല്ല സാഹചര്യങ്ങൾ. മെയ് മാസം വരെ ഇങ്ങനെ പോകാം. ട്രംപിന് വൈറ്റ് ഹൗസിൽ ഇരിക്കാം, അവിടെ ഇരുന്നു കൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കാം. മെയ് മാസം കഴിഞ്ഞാൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങൾ കൊടുമ്പിരിക്കൊണ്ട തെരഞ്ഞെടുപ്പ് പ്രചരണമാണ്. സെനറ്റിലേക്കും ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവിലേക്കുമുള്ള സീറ്റുകൾ നികത്തേണ്ടതുണ്ട്. വേക്കൻസി വരുന്ന സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കണം. ആ തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് കാലിടറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ അമേരിക്കൻ കോൺഗ്രസ് ആണ് വാറിന് ഫണ്ട് ചെയ്യേണ്ടത്, യുദ്ധത്തിന് ഫണ്ട് ചെയ്യേണ്ടത്. കോൺഗ്രഷണൽ പ്രൊറോഗറ്റീവാണ്. അപ്പം ട്രംപിന് പറയാം ഇത്ര ചിലവുണ്ട്. ട്രംപ് ഇപ്പോൾ പറയുന്നു ഏതാണ്ട് $970 ബില്യൺ ആണ് വാർഷിക ബജറ്റ്, അമേരിക്കൻ ഡിഫൻസ് ബജറ്റ്. അത് $1.5 ട്രില്യൺ ആക്കണം എന്ന ഒരു നിർദ്ദേശം കഴിഞ്ഞ ഡിസംബറിൽ ട്രംപ് മുന്നോട്ട് വെച്ചു. അതിനോട് അനുരൂപമായിട്ടാണോ ഇനി വരുന്ന പാർലമെൻറ്റ് പ്രതികരിക്കാൻ പോകുന്നത്? കാരണം ഈ കൺട്രോൾ ഓവർ ദ നാഷണൽ പേഴ്സ്, ദാറ്റ് ഈസ് പ്രൊറോഗറ്റീവ് ഓഫ് ദി പാർലമെൻറ്റ്. അമേരിക്കൻ പാർലമെൻറ്റിൻ്റെ പേരാണ് കോൺഗ്രസ്. ഈ കോൺഗ്രസ്സിൽ തൻ്റെ ഭാഗം പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വന്നാൽ ഒരു രീതിയിലും യുദ്ധ എഫേർട്ടുമായി മുന്നോട്ട് പോകാനാവില്ല എന്ന് ട്രംപിനറിയാം. അപ്പോൾ അത്രയും ഒരു അഡ്വാൻസ് ചെയ്തതിന് ശേഷം പിന്നീട് പിന്മാറാനാവാത്ത ഒരു അന്തരീക്ഷം വന്നാൽ വിയറ്റ്നാമിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ പറ്റിയത് പറ്റും എന്ന് ട്രംപിന് ഉറപ്പ് ലഭിച്ചിരിക്കുന്നു. അതാണ് മറ്റൊരു കാരണമായി സൂചിപ്പിക്കാനുള്ളത്. നാലാമതൊരു കാരണം, അത് വളരെ ആഴത്തിൽ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഇസ്രയേലും അമേരിക്കയും തമ്മിലുള്ള കോർഡിനേഷൻ എത്രത്തോളം. ഏറെ പഴി കേട്ടല്ലോ ഡൊണാൾഡ് ട്രംപ്. ഇത് ഇസ്രയേലിൻ്റെ യുദ്ധമാണ്, അമേരിക്കയുടെ യുദ്ധമല്ല. ഇസ്രയേലിന് വേണ്ടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഇസ്രയേൽ പിരികയറ്റി ചെയ്യിപ്പിച്ചെടുത്ത യുദ്ധമാണ് എന്നാണല്ലോ ആരോപണം. അതുമാത്രമല്ല, അമേരിക്ക യുദ്ധം നിർത്താൻ തീരുമാനിച്ചു, ഇസ്രയേൽ തീരുമാനിച്ചിട്ടില്ല. അതിനർത്ഥം ഇൻ ടാൻഡമാണ്. ഒരു യുദ്ധ ഒരുക്കങ്ങളൊക്കെ നടത്തേണ്ടതും ആക്രമണം ഏകോപിപ്പിക്കേണ്ടതും ഒരുമിച്ചാണ്. പക്ഷെ അങ്ങനല്ല സംഭവിക്കുന്നത്. അമേരിക്കയാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ യുദ്ധം നിർത്തുന്നു എന്നല്ല പറഞ്ഞത്. ഒരുമിച്ച് തുടങ്ങി, ഇസ്രയേലും അമേരിക്കയും ഒരുമിച്ച് ആക്രമണം തുടങ്ങുന്നു. അമേരിക്ക മാത്രമാണ് യുദ്ധം തൽക്കാലത്തേക്കെങ്കിലും അവസാനിപ്പിച്ചു എന്ന് പറയുന്ന ഇസ്രയേൽ ഒരു വാക്കും പറഞ്ഞിട്ടില്ല. ഇസ്രയേൽ ആക്രമണം തുടരുകയാണ്. അത് മാത്രമല്ല, ഇസ്രയേൽ കാരണം അമേരിക്കയ്ക്ക് ഏറെ മുഖം നഷ്ടപ്പെട്ടു. കാരണം ഇറാൻ്റെ ഊർജ ഉത്പാദന രംഗത്തേക്ക് ആക്രമണം വ്യാപിപ്പിച്ചത് അമേരിക്കയല്ല, ഇസ്രയേലാണ്. അപ്പോൾ ഇസ്രയേൽ അമേരിക്കയുടെ അനുവാദമില്ലാതെ, അമേരിക്കയോട് സംസാരിച്ചിരുന്നു, പക്ഷേ അമേരിക്കയുടെ അനുവാദം വാങ്ങാതെ ഏകപക്ഷീയമായി നടത്തിയ ചില ആക്രമണങ്ങൾ ഇറാനെ വല്ലാതെ പ്രകോപിപ്പിച്ചിരിക്കുന്നു. ഇറാൻ്റെ തിരിച്ചടി വളരെ രൂക്ഷമായിരുന്നു. അതാണ് മറ്റൊരു കാരണം. അഞ്ചാമത്തെ പ്രധാന കാരണം, അമേരിക്ക മുന്നോട്ട് വെച്ച ചില താൽപ്പര്യങ്ങൾ. ഇറാൻ്റെ ആണവ പദ്ധതി പൂർണ്ണമായി ഒഴിവാക്കണം, അല്ലെങ്കിൽ അത് പൂർണ്ണമായി തച്ചു തകർക്കണം. ഇറാൻ ഒരിക്കലും ആണവമായി മുന്നോട്ട് പോകാനാവില്ല എന്ന് ഉറപ്പ് വരുത്തണം. അത് ആ രൂപത്തിൽ ഉറപ്പ് വരുത്താൻ ഒരു പക്ഷേ സാധിക്കില്ല. ഇറാൻ ആണവ നിലയങ്ങൾ തകർക്കാൻ സാധിക്കുമായിരിക്കാം, പക്ഷേ അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റീസിൽ ഇപ്പോഴും ഫിസൈൽ മെറ്റീരിയൽസ് ഉണ്ട്. അതവിടെ ചെന്ന് എടുക്കണമെങ്കിൽ കരയുദ്ധത്തിലൂടെ അല്ലാതെ പൂർണ്ണമായി അതങ്ങനെ നശിപ്പിക്കാൻ ഒരുപക്ഷെ ആവില്ല. അതങ്ങനെ എടുത്തു മാറ്റാവുന്ന രീതിയിലുമല്ല. കാരണം കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ഉണ്ടായാൽ, ഏതെങ്കിലും രീതിയിൽ ആണവ വികിരണം ഉൾപ്പെടെ ഉണ്ടായാൽ അതിൻ്റെ പൂർണ്ണമായ പഴി കേൾക്കേണ്ടി വരുന്നത് അമേരിക്കയ്ക്കായിരിക്കും. ഏതാണ്ട് 400 കിലോഗ്രാംസോളം ഫിസൈൽ മെറ്റീരിയൽസ്, ഒരു 10 ബോംബൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന മെറ്റീരിയൽ ഉണ്ട് എന്നാണ് അമേരിക്കയുടെ ഒരു കണക്ക് കൂട്ടൽ. അതും പൂർണ്ണമായി സജ്ജമായിട്ടില്ല. പക്ഷേ കൂടുതൽ പ്രകോപിതരാവുകയാണെങ്കിൽ, യുദ്ധം അവസാനിക്കാതിരിക്കുകയാണെങ്കിൽ, ഏതെങ്കിലും രീതിയിൽ ഇറാൻ പിൽക്കാലത്ത് റീഗ്രൂപ്പ് ചെയ്യുകയും ഒരു ഫിസൈൽ മെറ്റീരിയൽ സമ്പുഷ്ടമാക്കുന്ന രീതിയിലേക്ക് നീങ്ങുകയും ഒക്കെ ചെയ്താൽ ഒരു പെരിനിയൽ പ്രോബ്ലമായി മാറും. എക്കാലത്തും എന്നും എല്ലാ വർഷവും ഒരു ആചാരം പോലെ വന്ന് ബോംബിട്ട് പോകാനാവില്ല. അമേരിക്കയ്ക്കും ആവില്ല, ഇസ്രയേലും ആവില്ല. അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കണം. അതുകൊണ്ട് ഒരു സമവായം ആവശ്യമുണ്ട്. ഇറാൻ ബോധ്യപ്പെടണം, ഇറാൻ്റെ എണ്ണ വിൽക്കാൻ അവസരമുണ്ടാകണം. ഇറാൻ വല്ലാതെ ബുദ്ധിമുട്ടി നിൽക്കുകയാണ്.
അത് ഇറാൻ എണ്ണ വിൽക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് അമേരിക്ക ഇപ്പോൾ നിലപാട് ചെറിയ രീതിയിൽ കഴിഞ്ഞ ദിവസം തന്നെ മാറ്റി. ഇറാൻ്റെ എണ്ണ, പുറം കടലുകളിൽ കപ്പലുകളിൽ ഉള്ള എണ്ണ അതെങ്കിലും വിൽക്കാനുള്ള അനുവാദം ഇപ്പോൾ ഇറാന് ലഭിച്ചിരിക്കുകയാണ്. അനുവാദം എന്നുള്ളതല്ല, അതിനുള്ള അവകാശം ലഭിച്ചിരിക്കുകയാണ്. ഉപരോധം ബാധകമല്ല. ആത്യന്തികമായി ഇറാന് മേലുള്ള ഉപരോധം മാറ്റിക്കഴിഞ്ഞാൽ ഇറാൻ്റെ വഴി നോക്കിക്കോളും. ഒരുപക്ഷെ ഇതൊരു വലിയ പാഠമാണ്. ഈ ഒരു യുദ്ധം തന്നെ ഒരു പാഠമാണ്. അത് പാഠം പഠിച്ചിട്ടുണ്ട് എങ്കിൽ കൂടുതൽ സമ്പുഷ്ടീകരണത്തിലേക്ക് ഒരുപക്ഷെ നീങ്ങില്ല. അതുകൊണ്ടൊരു ചെറിയ മെല്ലപ്പോക്ക് സമവായം എന്നത് ഒരു പക്ഷേ ആവശ്യമാണ് എന്ന് മാഗ ക്യാമ്പിലെ തന്നെ ആളുകൾ ട്രംപിനെ ഉപദേശിച്ചിട്ടുണ്ടാവണം. അതൊരു വലിയ കാരണമായി പറയണം. ഇറാനെ കയറൂരി വിടുക എന്നതല്ല, മറിച്ച് ഇറാനെ പൂർണ്ണമായി മറുപക്ഷത്ത് നിർത്താതെ ഒരു നിരപ്പിൻ്റെ അനുഭവത്തിൽ പോവുക എന്ന ഒരു ചിന്തയുണ്ട്. അതുകൊണ്ട് ആണവമായി ബലപ്രയോഗത്തിലൂടെ മാത്രം ഒരുപക്ഷെ ഈ അടുത്ത 10 വർഷത്തേക്ക് ഇറാൻ്റെ ആണവ പദ്ധതി മുന്നോട്ട് പോവില്ല എന്ന് ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. 10 വർഷമെന്ന് പറയുന്നത് ദീർഘമായ കാലാവധിയാണ്. അതിനുള്ളിൽ ഇറാനിൽ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കാം. ഇതേ ഭരണകൂടം ഇതേ രൂപത്തിൽ ഉണ്ടാകണമെന്നില്ല. റിഫോം, എല്ലാ ഭരണകൂടങ്ങളും ഉള്ളിൽ നിന്ന് റിഫോം ചെയ്യുമല്ലോ, അങ്ങനെയൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് അത് നടക്കില്ല. അതുപോലെ തന്നെ മിസൈൽ കേപ്പബിലിറ്റി പൂർണ്ണമായി ഒഴിവാക്കാനാവില്ല എന്ന് അമേരിക്ക ബോധ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം പോലും ഇറാൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായ മിസൈൽ ആക്രമണം ഇസ്രയേലിന് നേരെ ഉണ്ടായി. ഏറ്റവും കൃത്യതയുള്ള ആക്രമണം ഡിമോണ ആണവ നിലയത്തിന് സമീപം, അതുപോലെ ഡിമോണ നഗരത്തിലും മറ്റൊരു നഗരത്തിലും ഇസ്രയേലിൽ വലിയ നാശനഷ്ടമാണ് ഇറാൻ്റെ മിസൈലുകൾ വഹിച്ചത്. അതുകൊണ്ട് പൂർണ്ണമായി ഇതൊന്നും ഒഴിവാക്കാനാവില്ല. ഒരു ശേഖരം അവശേഷിക്കും. അതുകൊണ്ട് കരയുദ്ധത്തിലൂടെ അല്ലാതെ പൂർണ്ണമായി അമേരിക്ക ഇപ്പോൾ ഉദ്ദേശിച്ചത്, യുദ്ധം തുടങ്ങുമ്പോൾ ഒരുപക്ഷെ ഉദ്ദേശിച്ചത് നടപ്പാവില്ല. എങ്കിൽ ബുദ്ധിപൂർവം തൽക്കാലത്തേക്ക് പിൻവലിയുക എന്ന തന്ത്രം. അങ്ങനെ മൾട്ടിപ്പിൾ തന്ത്രങ്ങളാണ് ഈ അമേരിക്കയുടെ മനസ്സിൽ. അതുകൊണ്ട് ഇപ്പോൾ വലിയ പരിക്കില്ലാതെ അമേരിക്ക രക്ഷപ്പെടാം. കാരണം അമേരിക്കയ്ക്ക് പറയാം ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി നടന്നു. ഇപ്പോൾ ഇറാനുമായി ചർച്ചയിലാണ്. ഇവിടെ നോക്കൂ, ഇറാൻ മുഖത്തടിച്ചതുപോലെ പറഞ്ഞു ഒരു ചർച്ചയുമില്ല, ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല, അമേരിക്ക ഞങ്ങളെ സമീപിച്ചിട്ടുമില്ല, ഞങ്ങളോട് ചർച്ച ചെയ്തിട്ടുമില്ല. മുഖം നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി ട്രംപ് പറഞ്ഞതാണ് ഇറാനുമായി ചർച്ചകളിലായിരുന്നു, ഏതാണ്ട് ഒരു ധാരണയിലെത്തി, അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞങ്ങൾ നിർത്തിവെക്കുന്നു. ഇത് പച്ചക്കള്ളമാണെന്നാണ് ഇറാൻ പറയുന്നത്. അപ്പോൾ അവിടെ ഇറാൻ പറയുന്നത് വിശ്വസിക്കാനാണ് ഒരുപക്ഷെ ലോകം തയ്യാറാകുന്നത്. അതുകൊണ്ട് ഈ നുണകളും തട്ടാൽ കുരുക്കാത്ത കള്ളക്കഥകളും ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് അധികം മുന്നോട്ട് പോകാനാവില്ല എന്നതും വളരെ പ്രധാനമാണ്. അതുകൊണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തൽക്കാലത്തേക്ക് പിൻവലിഞ്ഞ് നിൽക്കുക. ഇസ്രയേലിനോട് പറയുക നിങ്ങളും പിൻവലിഞ്ഞ് നിൽക്കുക. അവർ കേൾക്കുമോ എന്ന് കൃത്യമായി അറിയില്ല. ഇതെല്ലാമാണ് ഒരു പക്ഷേ അവസാന ഹോർമൂസിലാണല്ലോ എത്തി നിന്നത്. ഹോർമൂസിൻ്റെ മേൽ വിജയം വരിക്കാനൊന്നും കഴിയില്ല എന്നതുകൊണ്ട് കൂടുതൽ മുഖം വികൃതമാകണ്ട എന്നതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇത് നിർത്തിവെച്ചു. ഇതൊരു പരാജയമാണെന്ന് അമേരിക്ക ഒരിക്കലും അംഗീകരിക്കില്ല. ഇറാൻ ഒരിക്കലും ഇത് പരാജയമാണ് അംഗീകരിക്കില്ല. ഇറാനും വിജയം അവകാശപ്പെടും, അമേരിക്കയും വിജയം അവകാശപ്പെടും. അപ്പോൾ ഈ 5 ദിവസത്തേക്ക് ഒരു സന്നിഗ്ധ അവസ്ഥ ഉണ്ടാകും. ഈ വെടിനിർത്തൽ കുറച്ചുകൂടി ശാശ്വതമായ അർത്ഥത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് കൂടുതൽ ചർച്ചകൾ ആവശ്യമാണ്. കൂടുതൽ ചർച്ചകൾ നടത്താൻ ആരാണ് മുന്നോട്ട് വരുന്നത്, അതിനുള്ള സാധ്യതകൾ എന്തെല്ലാമാണ്, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ മറ്റൊരു വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് കൊണ്ട് അത് കൂടുതലായി ഇവിടെ വിശദീകരിക്കുന്നില്ല. നമസ്കാരം.